തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചിയത്തുണ്ടായ ടൂറിസ്റ്റ് ബസ് അപകടത്തിന്റെ വസ്തുത ജനങ്ങൾ അറിയണമെന്ന് മന്ത്രി GR അനിൽ. കേരളത്തിന് മാതൃകയാകുന്ന രക്ഷാപ്രവർത്തനമാണ് ഇരിഞ്ചയത്തുകാർ നടത്തിയത്. 20 മിനിറ്റ് കൊണ്ട് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചു. റോഡിന്റെ അശാസ്ത്രീയ തകരാർ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ മോട്ടോർ വെഹിക്കിൾ വകുപ്പിനോട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തെറ്റിദ്ധാരണ പരത്തി റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സമര രംഗത്തേക്ക് ജനങ്ങളെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നവർ നാടിന്റെ വികസനത്തിൽ എന്തെങ്കിലും അവർക്ക് പങ്കുണ്ടായിട്ടുണ്ടോ? വിമർശകരായി നടക്കുന്നതല്ലാതെ എന്ത് പങ്കാണ് നിർവഹിച്ചതെന്ന് വ്യക്തമാക്കണ്ടേ? വികസന പ്രവർത്തനങ്ങൾ തടസ്സം ചെയ്യലാണോ, അല്ലെങ്കിൽ ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണോ ശ്രമിക്കേണ്ടത്? കേരളത്തിന് മാതൃകയായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത്. ഞാൻ ആ പ്രവർത്തനത്തിൽ നിന്ന് ജനങ്ങളെ, ഇരിഞ്ചയ നിവാസികളെ അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കുകയാണ്. 20 മിനിറ്റ് കൊണ്ട് രക്ഷാപ്രവർത്തനത്തിലൂടെ മുഴുവൻ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. 1.5 മണിവരെ ആ സ്ഥലത്ത് നിന്ന് നേതൃത്വം കൊടുത്ത ഞങ്ങളോടാണ് അവിടെ എങ്ങും വരാത്ത ആളുകൾ ഇത്തരം ന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ വസ്തുതകൾ ജനങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചതാണ്.